ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ BJP പിരിച്ചുവിടേണ്ടി വരും. ആ ജോലിയാണ് ഇപ്പോൾ CPM ചെയ്യുന്നത്. കാരണം ആദ്യം വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുന്ന പരിപാടിയായിരുന്നു CPMന്. ഏറ്റവും അവസാനം അയ്യപ്പ സംഗമം കഴിഞ്ഞു. ഇനി മാതാ അമൃതാനന്ദമയി അമ്മയെ ആദരിക്കുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പോയതിനെയൊക്കെ തിരിച്ചു പിടിക്കാൻ BJPയുടെ പണി കുറഞ്ഞു. അപ്പോൾ BJP 2026 കേരളത്തിൽ സംപൂജ്യരായി തുടരുമെന്നാണോ പറയുന്നത്? പക്ഷെ അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണ്. BJP അങ്ങ് അടിച്ചു കയറി വരുമെന്നല്ല ഞാൻ പറയുന്നത്. ഇവർ കാണിക്കുന്ന ഈ കപടത മുഴുവൻ CPM കാണിക്കുന്ന ഈ ശബരിമലയോടുള്ള ഭക്തി കാണിക്കുന്നത് അത് ഒന്നാം തരം കാപട്യമാണെന്ന് തെളിഞ്ഞില്ലേ? അവിടെ ആരും എത്തി നോക്കിയിട്ടില്ല. മറിച്ച് അവിടെ എത്തേണ്ടവരെ പോലും പന്തളത്തെ സംഗമത്തിൽ എത്തി. ഇനിയിപ്പോൾ അമൃതാനന്ദമയിയെ ആദരിക്കാൻ പോകുന്നു. അമൃതാനന്ദമയി UN-ൽ പ്രസംഗിച്ചതിൻ്റെ, മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ ജൂബിലി 25 വർഷം ആഘോഷിക്കുകയാണ്. അതിനെ ആദരിക്കുന്നു. സജി ചെറിയാൻ പിന്നെ ബാലഗോപാലും ചെന്ന് ആദരിക്കാൻ പോവുകയാണ് വള്ളിക്കാവിൽ, പിന്നെ കരുനാഗപ്പള്ളിക്ക് അടുത്ത് കൊല്ലം ജില്ലയിലെ അമൃതപുരിയിൽ. അവിടെ അതൊരു വലിയ ഒരു പിന്നെ ഇടം തന്നെയാണ്. ഭക്തിയുണ്ടോ ഭക്തി ഇല്ലയോ അത് പോയി കാണേണ്ട ഇടം തന്നെയാണ് കേട്ടോ. അത് അവിടുത്തെ ഒരു ചിട്ടയും കാര്യങ്ങളും, അവിടെ പോകുന്നത് പിന്നെ ഭക്തി കൊണ്ടാണോ അവരിൽ വിശ്വാസം അർപ്പിച്ചാണോ അതും നമ്മൾ നോക്കരുത്. അവിടെ പോയി കാണണം. പുട്ടവർത്തിയിൽ നമ്മുടെ P. ഗോവിന്ദപിള്ള പോയിട്ടുണ്ടല്ലോ. ഗോവിന്ദപിള്ള പറഞ്ഞ എന്താണ്? അവിടെ എന്താണെന്നുള്ളതൊന്ന് അറിയണമല്ലോ. അതിനുവേണ്ടി മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലെ ഒരു വലിയൊരു ഇത് നടത്തി, പുഷ്പ അർച്ചന, വലിയ ലക്ഷങ്ങൾ കോടികൾ ചെലവ് വരുന്ന. അവിടെയും P. ഗോവിന്ദപിള്ള എത്തി. അവിടെ എന്താണ് നടക്കുന്നത്? ഇത്രയും വലിയ വാർത്താ പ്രാധാന്യവും കൊടുക്കുന്നു. അതറിയണമല്ലോ. അങ്ങനെ പോയി. ഇപ്പോൾ നമുക്ക് അമൃതാനന്ദമയിയെ ഈ CPM എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ട് നടന്നു. അമൃതാനന്ദമയിയുടെക്കെതിരായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടാസ് എവിടെ പോയി? ഓസ്ട്രേലിയയോ അങ്ങനെ എവിടെയാണ് പോയത്. എന്നിട്ട് അതിവിടെ കൊണ്ടുവന്ന് ആഞ്ഞടിക്കാൻ നോക്കി. കൈരളിയിലും ദേശാഭിമാനി പത്രത്തിലൂടെയൊക്കെ ആയി. പക്ഷേ അതിന് തിരിച്ചടി അവർക്ക് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ മറ്റോ കിട്ടുകയും ചെയ്തു. നല്ലവണ്ണം ആ കരുനാഗപ്പള്ളി അങ്ങനെ ഉള്ള സമീപത്തുള്ള മണ്ഡലങ്ങളിൽ നിന്ന് CPMന് നഷ്ടമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെയായിരുന്നു ഈ അയ്യപ്പ സംഗമം വന്നപ്പോൾ സ്ത്രീകളെ കയറ്റാൻ നിന്ന CPM ഇപ്പോൾ കയറ്റില്ലെന്ന് പറയുന്നു. അതുപോലെയായിരുന്നു അമൃതാനന്ദമയിക്കെതിരെ ഇന്റർവ്യൂ ചെയ്ത ആ സ്ത്രീയെ ഉയർത്തിക്കൊണ്ടുവരുന്നവർ ഇനി പറയാം അവർ അന്ന് വ്യാജ വാർത്ത നൽകി എഴുത്തുകൾ എഴുതിയെന്നായിരിക്കും ഇനി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അമൃതാനന്ദമയിയെ ഇവര് CPM അങ്ങോട്ട് ചേർത്ത് നിർത്തുക. മുമ്പ് അമൃതാനന്ദമയി ഭക്തരെ ചേർത്ത് നിർത്തുക. ആ ഇന്റർവ്യൂ ചെയ്ത ബ്രിട്ടാസിനെതിരെ എന്തെങ്കിലും നടപടി വരുമോ എന്തോ? മിക്കവാറും ഇന്റർവ്യൂ ചെയ്തതിന്റെ പേരിൽ ബ്രിട്ടാസിനെ ചിലപ്പോൾ പുറത്താക്കുമെന്നാണ് തോന്നുന്നത്. രാജ്യസഭാ അംഗത്വവും പോകും. ഇപ്പം അമൃതാനന്ദമയി പലരും ഇവരൊക്കെ പരിഹസിക്കുന്നുണ്ട്. അവിടെ അമൃതാനന്ദമയി ചെല്ലുന്നവരെയൊക്കെ ആലിംഗനം ചെയ്ത് മോനെ മോളെ എന്നൊക്കെ വിളിക്കുന്നു. അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. എത്ര സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നു. അമൃതാനന്ദമയി വള്ളിക്കാവ് അമൃതാനന്ദമയിയുടെ കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്നത് ഒരു ചാനലുണ്ട്, സാറ്റലൈറ്റ് ചാനൽ, ഒരു കൊച്ചിയിലെ അമൃത ആശുപത്രി. അല്ല, അത് സജി ചെറിയാൻ തന്നെ അന്ന് വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ മെഡിക്കൽ കോളേജ് തകർന്നു വീണപ്പോ എന്റെ ജീവൻ രക്ഷിച്ചത് അമൃത ആശുപത്രി. അതെ അതെ അതെ, കൃത്യമായിട്ട് പറഞ്ഞു. അതിന് പിന്നാലെ വേറെ ആരോ നേതാക്കന്മാരും വന്നു. എനിക്കും അവിടെ നല്ല ചികിത്സ കിട്ടി. അപ്പൊ അമൃത ആശുപത്രിയിലൂടെ എത്ര ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്? എല്ലാവരും വിദഗ്ധ ചികിത്സയ്ക്ക് പോകുന്നത് അങ്ങോട്ടേക്കല്ലേ. പിന്നെ അമൃത വിദ്യാലയം എന്ന് പറഞ്ഞ എത്രയോ സ്കൂളുകളുണ്ട്, ഇവർക്ക് കോളേജുണ്ട്. പിന്നെ കോയമ്പത്തൂരുള്ള അമൃത എഞ്ചിനീയറിംഗ് കോളേജിലല്ലേ പിണറായി വിജയൻ്റെ മകളുമായി പഠിച്ചത്? ആണല്ലോ. അതൊക്കെ തന്നെ ആരോ എടുത്തു പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അവിടെ പോയ അഡ്മിഷൻ എൻട്രൻസ് ഒന്നും ഇല്ലാതെയാണ് പിണറായി വിജയൻ്റെ മകൾക്ക് അവിടെ അഡ്മിഷൻ കൊടുത്തതുമൊക്കെ. അപ്പോൾ അതിനൊക്കെ ഉപകരിക്കാം. പിന്നെ ഗുജറാത്തിലെ ഭൂകമ്പം ഉണ്ടായ സമയത്ത് അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൻ്റെ വകയായിട്ട് അവിടെ വീട് നിർമ്മിച്ചു കൊടുത്തല്ലോ. പിന്നെ കേരളത്തിലെ പ്രളയബാധിത ആ സംഭവത്തിന് ശേഷം
പിന്നെ പലയിടങ്ങളിലും സഹായം എത്തിച്ചു കൊടുത്തു. പണമായിട്ടും പിന്നെ സാധന സാമഗ്രികളായിട്ടും ഒക്കെ എത്തിച്ചു. അപ്പോൾ വലിയ ഒരു പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലാതെ അവർ ആ അമൃതാനന്ദമയുടെ ദൈവിക ശക്തിയെ ഒന്നും അല്ല ഞാൻ അന്വേഷിക്കുന്നത്. ഇതാണ്, നീ എന്തിനെയാണോ അന്വേഷിക്കുന്നത് അത് നീയാകുന്നു എന്ന് പറയുന്ന തത്വമസിയാണല്ലോ അയ്യപ്പ സംഗമത്തിൽ പമ്പയിൽ അവർ ഉയർത്തിവെച്ച് പിണറായി വിജയൻ ഏത് ഉപനിഷത്തിൽ നിന്നാണെന്നും ഒക്കെ പറഞ്ഞ് അതിൻ്റെ വിശദീകരണമൊക്കെ തന്നത്. ഇപ്പോഴാണോ അവർക്ക് തത്വമസിയൊക്കെ മനസ്സിലായത്? അപ്പൊ അത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇതുവരെ CPM. അത് നീയാകുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. മിക്കവാറും AKG സെന്ററിന്റെ മുമ്പിൽ എഴുതി വെക്കും തത്വമസി എന്ന് എഴുതും ഇവർ, നോക്കിക്കൂ. അപ്പൊ ഇനി ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്നറിയാമോ? വരുന്ന ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. അപ്പൊ ഈ ഒരു ജനുവരി മുതൽ അങ്ങോട്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവകാലമായിരിക്കും. ഈ ഉത്സവങ്ങളൊക്കെ മിക്കവാറും CPM അങ്ങ് ഏറ്റെടുക്കും എല്ലായിടങ്ങളിലെയും. നോക്കിക്കോ, എല്ലാ സഖാക്കന്മാരും വലിയ ഭക്തിയോടുകൂടി ഇറങ്ങുന്നത് നമുക്ക് കാണാം. ഇപ്പൊ ശബരിമല ഇങ്ങനെ ചേർത്ത് പിടിച്ചു, വെള്ളാപ്പള്ളിയും കൂടെ വന്നു, പിന്നെ ഇവരും NSSും കൂടെ വന്നു. അതുകൊണ്ടെല്ലാം വോട്ടിങ് വന്നു എന്നാണ്. ഈ NSSനെ ആരാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് തന്നെ? ഗണേഷ് കുമാറാണ്. അപ്പൊ അങ്ങനെ ഇവർ സുകുമാരൻ നായർ പറയുന്ന പോലെ എല്ലാവരും വോട്ട് ചെയ്യും. എല്ലാ നായന്മാര് സുകുമാരൻ നായരെന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നായന്മാര് തിരിഞ്ഞു പോകും. അങ്ങനെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലും എല്ലാം പിളർന്ന് തുടങ്ങിയിരിക്കുകയാണ്. നായർ പട തന്നെ ഇളകിയിരിക്കുകയാണ്. അപ്പൊ ഈ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ കപടഭക്തിയാണെന്നുള്ളത് നമുക്ക് ഇനിയിപ്പോൾ അധികം വൈകാതെ തെളിയും. ഇനിയിപ്പോൾ നോക്കിക്കോ, മകരവിളക്ക് ശബരിമല ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. തീർത്ഥാടന കാലം ഞങ്ങൾക്ക് ഭയമാകുന്നു എന്ന്. എന്തിന്? അതായത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിർത്തി ശബരിമലയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭം ഉണ്ടാക്കുമെന്ന്, അതുകൊണ്ട് ഭയമാകുന്നു എന്ന്. ശബരിമല, ഞാൻ ചോദിച്ചോട്ടെ, എത്രയോ തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അന്നേരം ഒക്കെ ശബരിമല തീർത്ഥാടന കാലവും മകരവിളക്കും എല്ലാം ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടല്ലോ. ആരും പ്രക്ഷോഭത്തിനൊന്നും പോയിട്ടില്ലല്ലോ. ഒരു സമയം മാത്രമല്ലേ പ്രക്ഷോഭം ഉണ്ടായിട്ടുള്ളൂ. ആളുകൾ കുറഞ്ഞു. യുവതികളെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നതിൽ മാത്രം അതിനെ തടയുന്നു, അത്രയേ ഇതുള്ളൂ. പക്ഷെ അവരെ മുഴുവൻ വഴിയിൽ നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും പന്തളത്തും പത്തനംതിട്ടയിലും ഒക്കെ ഇട്ട് വലിച്ചിഴച്ചത് ആരായിരുന്നു? പിന്നെ നായർ വിഭാഗത്തിൽപ്പെട്ടവർ ഒരുപാട് പേര് ആ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തല്ലോ. എന്താണ് സുകുമാരൻ നായർ ഇത് കണ്ടോ? അവരുടെ പേരിൽ കേസുകൾ നിൽക്കുന്നുണ്ട്. പാസ്പോർട്ട് എടുക്കാൻ കഴിയാതെ വിദേശ ജോലിക്ക് വിദേശ പഠനത്തിനും ഒക്കെ വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഈ ഹൈന്ദവ ഇനിയിപ്പം ഞാൻ ചോദിച്ചിട്ട് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അമൃതപുരി എന്ന് പറയുന്നത് ധാരാളം ഹൈന്ദവര് അമൃതാനന്ദമയുടെ അടുക്കൽ എത്തുന്നതാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അവിടം പിടിച്ചിരിക്കുന്നത്. ശബരിമല എടുത്തു. ഇനി ഏതാ ഉള്ളത്? ഇനി മിക്കവാറും ആറ്റുകാൽ പൊങ്കാലയുണ്ട്. ആറ്റുകാൽ പൊങ്കാലയിൽ കയറി ഇവരിടപെടും. പിണറായി മുഴുവൻ സഖാക്കന്മാരുടെ ഭാര്യമാരും നിർബന്ധമായും പൊങ്കാല ഇടണം. അത് AKG സെന്ററിന്റെ അവിടെ മുതൽ അങ്ങോട്ടങ്ങ് ഇവർക്ക് വേണ്ടി മാറ്റിവെക്കും. നമ്മുടെ വിജയരാഘവന്റെ ഭാര്യ മന്ത്രി ബിന്ദു കൊച്ചമ്മയും വീണ ജോർജും എല്ലാവരും പൊങ്കാല AKG സെന്ററിൽ നിന്ന് പൊട്ടാര അടുപ്പിൽ വെക്കുകയും ചെയ്യും. അപ്പം പ്രധാനമായിട്ടുള്ളതാണ്. കാരണം ഒരു 10-20 ലക്ഷം സ്ത്രീകൾ ഒത്തുചേരുന്ന ഇടമല്ലേ ആറ്റുകാല്. അപ്പം ശബരിമല, അമൃതപുരി ഇനി പിന്നെ വരാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ്. അതായത് ഫെബ്രുവരി മാർച്ചിലാണ് ആറ്റുകാൽ പൊങ്കാല. അതിനുശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് വരിക. അപ്പൊ ഇത് മൂന്നുമാണ്. പിന്നെ അതുപോലെ മറ്റ് ഇടങ്ങളിലും ഉണ്ട്. ഇപ്പൊ ചക്കുളത്തുകാവ് പൊങ്കാലയുണ്ട്. അതും പേര് കേട്ടതാണ്. ആ സെൻട്രൽ ട്രാവൻകൂറിൽ ഇങ്ങ് ചെങ്ങന്നൂരിൽ വരെ ആ പൊങ്കാല ഇങ്ങോട്ട് നീണ്ടുവരും. അപ്പൊ അവിടെ മിക്കവാറും സജി ചെറിയാനായിരിക്കും ആ പൊങ്കാലയുടെ നേതൃത്വം എടുക്കുന്നത്. പിന്നെ ഇവിടെ കരിക്കകത്ത് പൊങ്കാലയുണ്ട്. കരിക്കകത്ത് പൊങ്കാല മിക്കവാറും കടകംപള്ളി അത് ഏറ്റെടുക്കും. അപ്പൊ മുഴുവൻ പൊങ്കാലയും മകരവിളക്കും ഈ കണ്ണൂർ മേഖലയിൽ അവർ മുൻപേ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോ പൊങ്കാല, മകരവിളക്ക് ഇതെല്ലാം ഇങ്ങനെ ഇവരുടെ പിന്നെ അമൃതപുരി ഇതും അങ്ങ് ഏറ്റെടുക്കും.
മിക്കവാറും അമൃതപുരിയിൽ നിന്ന് സ്വാമിമാരെ എല്ലാം പുറത്താക്കുന്ന ലക്ഷണവുമായി തൃശ്ശൂർ പൂരത്തെ മത്സരമായിരിക്കുമല്ലോ. തൃശ്ശൂർ പൂരത്തെ സുരേഷ് മത്സരം. ഗോപിയും അതെ. CPM തമ്മിലുള്ള മത്സരം. അപ്പം ഹൈന്ദവരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം ഇനിയും CPM-നായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.